നിങ്ങൾക്ക് ഞങ്ങളുടെ കഥ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയ വീഡിയോസിനായി താഴെ കാണുന്ന ബെൽ ഐക്കണും ഉറപ്പായും ക്ലിക്ക് ചെയ്യൂ. ഖേദാബാദ് ഗ്രാമം. കണ്ടോ, എത്ര മനോഹരമായ വീട്. നീ ഇവിടേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. എന്റെ മനസ്സിൽ ബംഗ്ലാവിലുള്ളവരുടെ കൂടെ ഹോളി കളിക്കാനാ തോന്നിയത്. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അയ്യോ, എന്റെ അവസ്ഥയും മനസ്സിലാക്ക്. അകത്ത് വാ, പോയിട്ട് പറയാം. രണ്ടുപേരും ഒരു മുറിയിലേക്ക് പോയി. ഇപ്പൊ പറയൂ എന്താ കാരണമെന്ന്. ബംഗ്ലാവിൽ നിന്ന് എന്തിനാ ഇത്രയും ദൂരം എന്നെ കൊണ്ടുവന്നത്? കഴിഞ്ഞ വർഷം ഗ്രാമത്തിൽ ഹോളി ദിവസം ഭയങ്കരമായൊരു സംഭവം നടന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യ ഹോളി അവിടെ ആഘോഷിക്കണ്ട എന്ന് ഞാൻ കരുതി. പക്ഷെ എന്ത് പറ്റിയെന്ന് പറയൂ. നീ ആ കാര്യമങ്ങ് വിട്ടേക്ക്. നിന്റെ കണ്ണടയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ശരി. ഇങ്ങനെ പറഞ്ഞപ്പോൾ പൂനം കണ്ണുകൾ അടച്ചു. ബൽറാം അലമാരയിൽ നിന്നൊരു പാത്രമെടുത്തു അവളുടെ മുൻപിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇനിയൊന്ന് കണ്ണു തുറന്നേ. ഇത് കേട്ട് പൂനം കണ്ണുകൾ തുറന്നു. ബൽരാജിന്റെ കയ്യിൽ നിറങ്ങളുള്ള പാത്രം കണ്ട് അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹാപ്പി ഹോളി! അങ്ങനെ പറഞ്ഞ് ബൽറാം അവളുടെ കവിളിൽ നിറം പുരട്ടി. പൂനവും സന്തോഷത്താൽ നിറമെടുത്ത് അയാളുടെ കവിളിലും പുരട്ടി. രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം തന്നെ പൂനം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്തുപറ്റി? എന്തിനാ അലറുന്നത്? പൂനം നീറ്റൽ സഹിക്കാൻ വയ്യാതെ പിടഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വീടിന്റെ എല്ലാ ജനലുകളും തുറന്നു. ജനലുകളെല്ലാം കാറ്റിൽ അടിക്കാനും തുടങ്ങി. പൂനത്തിന്റെ മുഖത്തിലുണ്ടായിരുന്ന എല്ലാ നിറവും ചോരയായും മാറി. പൂനത്തിന്റെ ശരീരം മുഴുവനും പതുക്കെ പതുക്കെ ചുമന്ന നിറത്തിലേക്ക് മാറി. അവളുടെ കണ്ണും വെളുത്ത നിറത്തിലേക്ക് മാറി. ബൽരാജ് ഇത് കണ്ട ശേഷം അയാൾ പേടിച്ചുപോയി. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. പൂനമപ്പോൾ ഉറക്കെ ശബ്ദമുണ്ടാക്കി ഭയാനകരമായി അലറി അയാളെ ആക്രമിക്കാൻ തുടങ്ങി. ബൽരാജിന്റെ ശവശരീരം തറയിൽ കിടന്നു. അയാളുടെ വയറു മുതൽ നെഞ്ചുവരെ അപ്പോൾ കീറിയിരുന്നു. അതിൽ നിന്നും ചോരയെടുത്ത് അവൾ എറിയാൻ തുടങ്ങി. തെറ്റിദ്ധരിക്കണ്ട, ഹോളി. അടുത്ത ദിവസം ഹോളിയായിരുന്നു. ഠാക്കൂറിന്റെ മൂത്ത മകൻ പൃഥ്വേഷ്, അയാളുടെ ഭാര്യ ജാൻവി, പിന്നെ ഇളയ മകൻ മോഹിത്തും ഠാക്കൂർ സാറിന് നിറം പുരട്ടിവിട്ടു. അദ്ദേഹത്തിന്റെ അനുഗ്രഹവും നേടി. പൂനവും ബൽരാജും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. പൂനത്തിന്റെ ആദ്യത്തെ ഹോളിയായത്. ഇങ്ങനൊരു അവസ്ഥയിൽ കാരണം പോലുമില്ലാതെ ഒരു അന്ധവിശ്വാസം വിശ്വസിച്ച് അവളെ ഇവിടെ നിന്നും കൊണ്ടുപോയി. അച്ഛാ, നിങ്ങൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്നോ? കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രാമത്തിൽ മഹേഷും അയാളുടെ ഭാര്യയായ കുലാനോടൊപ്പം ഇവിടെ താമസിക്കാൻ വന്നു. നിർഭാഗ്യവശാൽ മഹേഷ് ഒരു ദിവസം ഒരു കാട്ടുമൃഗത്തിന് ഇരയായി മാറി. അപ്പോൾ കുലാലും വിധവയായി. കുറച്ചു നാളുകൾക്കുള്ളിൽ ഹോളിയായിരുന്നു. അന്ന് ഹോളി ദഹൻ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുലാൻ അവിടേക്ക് വരുന്നത് കാണാൻ സാധിച്ചു. ഒരു വിധവയ്ക്ക് ഹോളി ആഘോഷിക്കാൻ പറ്റില്ല. എന്നാൽ അവളുടെ വെള്ള സാരി അപ്പോൾ ചുമന്ന നിറത്തിലായിരുന്നു. അവൾ പതുക്കെ പതുക്കെ ആ തീക്ക് നേരെ നടന്നു വരാൻ തുടങ്ങി. എല്ലാവരും അവളെ കണ്ട് അത്ഭുതപ്പെട്ടു. ആരും ഒന്നും ചെയ്തില്ല. അതിനുള്ളിൽ അവൾ ആ തീയുടെ അടുത്ത് തന്നെ എത്തി. മരിക്കുന്നതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. പക്ഷെ ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ അടുത്ത വർഷം ഹോളിക്ക് തീർച്ചയായും വരുമെന്ന്. എനിക്കുണ്ടായ അപമാനത്തിന് തീർച്ചയായും പകരം വീട്ടി ഞാൻ. ഇങ്ങനെ പറഞ്ഞ് അവൾ ആ ഹോളി തീക്കുള്ളിൽ ചാടി. ഗ്രാമജനങ്ങൾക്ക് അവളെ രക്ഷിക്കാനേ പറ്റിയില്ല. പക്ഷെ അവൻ അങ്ങനെ എന്തിനു ചെയ്തേ? അവന്റെ മേലാര കളറിട്ടത്? അയ്യോ, അവളൊരു ഭ്രാന്തിയാ. അവള് ആത്മഹത്യ ചെയ്തു, അത്രയേ ഉള്ളൂ. പൃഥ്വേഷ് വീണ്ടും സംസാരിക്കുന്നത് നിർത്തി. വൈകുന്നേരം വരെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ പൃഥ്വേഷ് ജാൻവിയെ രഹസ്യമായി വീടിന്റെ അകത്തേക്ക് വിളിച്ചു. കണ്ടോ, ഒന്നും സംഭവിച്ചില്ല. ബൽരാജ് ചേട്ടൻ അറിയാതെ പൂനത്തെ വെറുതെ കൊണ്ടുപോയതാ. ഞാൻ മുൻപേ പറഞ്ഞതല്ലേ, ആ സ്ത്രീക്ക് ഭ്രാന്തായിരുന്നു. അവൾ മരിച്ചുപോയ ശേഷവും തിരിച്ച് അവൾക്ക് വരാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ് അയാൾ ജാൻവിയെ കെട്ടിപ്പിടിച്ചു. ശരി, വാ, നമുക്ക് തമ്മിൽ തമ്മിൽ കളർ പുരട്ടാം. അതിനുശേഷം നമുക്ക് ഹോളി വളരെ നന്നായി ആഘോഷിക്കാം. ഇങ്ങനെ പറഞ്ഞ് പൃഥ്വേഷ് രണ്ട് കൈകളിലും നിറങ്ങളെടുത്ത് അങ്ങനെ ജാൻവിയുടെ കവിളിൽ ആ നിറം പുരട്ടാനും തുടങ്ങി. നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ നിറം ചോരയായും മാറി. അപ്പോൾ ജാൻവിയുടെ മുഖത്ത് അവൾക്കപ്പോൾ നീറ്റൽ അനുഭവപ്പെട്ടു. പൃഥ്വേഷിന് പുരട്ടിവിട്ട് നിറങ്ങളും ചോരയായി മാറി. അങ്ങനെ ആ മുറി മുഴുവനും ചോര ചിതറി വീണു. ജാൻവിയുടെ ശരീരം ചുമന്ന നിറത്തിലേക്ക് മാറി. അവളുടെ കണ്ണുകൾ മഞ്ഞ നിറത്തിലേക്കും അവളുടെ കൈവിരലിലുണ്ടായിരുന്ന നഖങ്ങൾ
പ്രേതത്തെ പോലെ വലുതായി മാറി. ആരാ നീ? ആരാ നീ? ആരാ നീ? ഗുലാൽ, ഗുലാൽ. ആ, ഗുലാൽ, ഭ്രാന്തിയായ ഒരു സ്ത്രീ. ഭ്രാന്തിയോടൊപ്പം ഹോളി ആഘോഷിക്കാൻ ആഗ്രഹിച്ചില്ലേ? ഇപ്പൊ വാ, കളിക്കാൻ നമുക്ക്. വേണ്ട. പൃഥ്വീഷ് ഓടാൻ തുടങ്ങി. എന്നാൽ ജാൻവി അവനെ പിടികൂടി. അടുത്ത നിമിഷം ജാൻവിയുടെ കൂർത്ത നഖം കൊണ്ട് പൃഥ്വീഷിന്റെ വയറും കീറി. അവൾ തറയിലിരുന്ന് അവന്റെ ചോര കൊണ്ട് ഹോളിയും ആഘോഷിച്ചു. വെളിയിൽ ഹോളി ആഘോഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ ശബ്ദം കേട്ട ഉടനെ ശാന്തരായി മാറി. എല്ലാവരും അപ്പോൾ വീട്ടിലേക്ക് നോക്കി. അകത്തുനിന്നും ജാൻവി വെളിയിലേക്ക് വന്നു. അവളുടെ ശരീരം മുഴുവനും ചോരക്കറയായിരുന്നു. അവളുടെ മറ്റൊരു കൈയിൽ പൃഥ്വിഷിന്റെ തലയും ഉണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കണ്ട, ഹോളിയല്ലേ. ഇങ്ങനെ പറഞ്ഞ ശേഷം എല്ലാവരുടെയും മുൻപിൽ വെച്ച് പൃഥ്വിഷിന്റെ തല അവൾ വലിച്ചെറിഞ്ഞു. അതപ്പോൾ ഠാക്കൂറിന്റെ കാൽ കീഴ്ക്കൽ വന്നു വീണു. അപ്പോൾ ജാൻവി നിലവിളിച്ചു. അവളുടെ ശരീരത്തു നിന്നും ഗുലാലിന്റെ ആത്മാവ് വെളിയിൽ വന്നു. അതപ്പോൾ എല്ലാവരും കണ്ടുനിന്നു. ഗുലാൽ മോഹിത്തിനെ നോക്കി അവനോട് പറഞ്ഞു, നിന്റെ വാ കൊണ്ട് പറ, ഹോളി അന്ന് ഞാൻ എന്തിനാ മരിച്ചു പോയത് എന്ന്. അല്ലെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലും. ഇത് കേട്ടപ്പോൾ മോഹിത്തും പേടിച്ചുപോയി. ഠാക്കൂറും അപ്പോൾ മോഹിത്തിനെ തന്നെ നോക്കി നിന്നു. ബൽരാജ് ചേട്ടനും പിന്നെ പൃഥ്വി ചേട്ടനും ഗുലാലിനെ തെറ്റായ രീതിയിലായിരുന്നു നോക്കിയിരുന്നത്. അവർ ദഹൻ ദിവസം രാത്രി പ്ലാൻ ചെയ്തിരുന്നു. ഗുലാലിനെ സ്വന്തമാക്കാൻ നല്ല അവസരമാണെന്ന് കരുതി എല്ലാവരും മയങ്ങിക്കിടക്കും. അപ്പോൾ ഗുലാലിന്റെ നിലവിളി ആരും കേൾക്കില്ല. ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചു. അവരന്ന് രാത്രി അവർ ഒരുപാട് ബാങ്ക് കുടിച്ചിരുന്നു. എനിക്കും നിർബന്ധിച്ചു തന്നു. ഞങ്ങൾ 3 പേരും ഗുലാലിന്റെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ 3 പേര് ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ നോക്കൂ ഗുലാൽ, ഞങ്ങൾ 3 പേരും നിന്നോട് ഹോളി കളിക്കാൻ വന്നതാ. നിനക്ക് കളറ് പുരട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. ഇല്ല, ഞാൻ വിധവയാ. എനിക്ക് ഹോളി കളിക്കാൻ പാടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാരും ഇവിടെ നിന്ന് പോ. ഞാൻ മനസ്സിലാക്കാൻ നോക്കി. ബാങ്ക് ഒരുപാട് കുടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ബോധമില്ലായിരുന്നു. തെറ്റിദ്ധരിക്കല്ലേ, ഇത് ഹോളിയല്ലേ. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവളെ നിറം പുരട്ടി. വെളിയിൽ എല്ലാവരും ഡാൻസിലായിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് അവളുടെ നിലവിളി ആരും കേട്ടില്ല. ബാങ്കിന്റെ ലഹരിയിൽ ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളപ്പോൾ പാവപ്പെട്ട ഞാൻ ഒരുപാട് അനുഭവിച്ചു. അപ്പോഴാണ് എന്റെ മനസ്സ് ഇല്ലാതായത്. അങ്ങനെയാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഞാൻ തീയിൽ വീണ് മരിച്ചുപോയി. അപ്പോഴാ തീരുമാനിച്ച അടുത്ത ഹോളിക്ക് ഞാൻ പകരം വീട്ടാൻ എത്തുമെന്ന്. ഇത് കേട്ടപ്പോൾ ഠാക്കൂർ മുട്ടുകുത്തിയിരുന്നു. എന്റെ മക്കളെ നീ കൊന്നു. ഇപ്പോൾ മോഹിത്തിനെ ഒന്നും ചെയ്യരുതേ. എന്റെ അവസാന മകനായവൻ. പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല. ഞാനതൊന്നും ആഗ്രഹിച്ച് ചെയ്തതല്ല. ഞാൻ അവര് 2 പേരെയും തടയുമായിരുന്നു. എന്നാൽ അവര് നിർബന്ധിച്ച് എന്നെ ബാങ്ക് കുടിപ്പിച്ചതാ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറില്ലായിരുന്നു. 2 പേരും മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് ഗുലാലിന് അവരോട് ദയ തോന്നി. ശേഷം അവളുടെ ആത്മാവ് അവിടെ നിന്നും മാഞ്ഞുപോയി. ഠാക്കൂർ ഒരു കണ്ണീരോടെ മോഹിത്തിനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ ഗ്രാമജനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ മോശമായ രീതിയിൽ നോക്കി. അപ്പോൾ ഠാക്കൂർ കണ്ടു മോഹിത് ഒരുപാട് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്തുപറ്റി മോഹിത്, നീ എവിടേക്കെങ്കിലും പോവുകയാണോ? എനിക്കിവിടെ നിന്ന് മരിക്കണ്ട. ആ പ്രേതത്തെ വിശ്വസിക്കാൻ പറ്റില്ല. അത് തിരിച്ചു വരും. അയ്യോ, അവൾ നിന്നോട് ക്ഷമിച്ചു. നിനക്ക് അങ്ങനെ ഒരു ചിന്തയും ഇല്ലായിരുന്നല്ലോ. അല്ലച്ച, ഞാൻ കള്ളം പറഞ്ഞതാ. സത്യത്തിൽ ഞാനാണ് അവർക്ക് ബാങ്ക് കൊടുത്തത്. ഗുലാലിന്റെ വീട്ടിലേക്കും ഞാനാണ് കൊണ്ടുപോയത്. ഇത് കേട്ടപ്പോൾ ഠാക്കൂറിന് ഒരുപാട് ദേഷ്യം വന്നു. അപ്പോൾ ഒരു ചിരി അവിടെ മുഴങ്ങി. ഇപ്പൊ നിന്റെ ചാൻസ് വന്നു ഹോളി കളിക്കാനായി. തെറ്റിദ്ധരിക്കണ്ട, ഹോളിയല്ലേ. നിങ്ങൾക്ക് ഞങ്ങളുടെ കഥ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയ വീഡിയോസിനായി താഴെ കാണുന്ന ബെൽ ഐക്കണും ഉറപ്പായും ക്ലിക്ക് ചെയ്യൂ.